എടാ ഇവിടെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഈ സമരത്തെ എങ്ങനെ നേരിടണമെന്ന് BJP സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട്. ഈ സമരമല്ല, ഒരു 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സമരത്തെക്കുറിച്ചും എങ്ങനെ നേരിടണമെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്ന്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണെങ്കിൽ പെട്രോൾ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി രാജിവെക്കേണ്ടി വരും. നിതിൻ ഗഡ്കരി രാജിവെക്കുകയാണെങ്കിൽ ഡോളറിന് സെഞ്ചുറി അടിച്ച വിഷയത്തിൽ നിർമ്മലാജി രാജിവെക്കേണ്ടി വരും. നിർമ്മലാജി രാജിവെക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആക്സിഡൻറ്റ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ രാജി വന്നു കഴിഞ്ഞാൽ ഒരാൾ കൂടി രാജിവെക്കേണ്ടി വരും. അത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അതിർത്തിയിൽ ഒരു ബോംബ് പൊട്ടിക്കും, ഒരു യുദ്ധം അങ്ങ് സെറ്റ് ചെയ്യും, രാജ്യസ്നേഹം ഒന്ന് അങ്ങ് പുറത്തുവിടും. അത്രയേ ഉള്ളൂ ഇവിടുത്തെ സമരം എന്ന് പറയുന്നത്. എടാ ഇത് ഇന്ത്യയാണ്ട്രാ. എടാ 2022 ശ്രീലങ്കയിൽ നടന്നതും 2024 ബംഗ്ലാദേശിൽ നടന്നതും 25 നേപ്പാളിൽ നടന്നു. ജിൻസി പിള്ളേർ കയറി മേഞ്ഞിട്ട് അവിടെ പുതിയ ഭരണം വന്നു. ഇന്ത്യയിലാണ് നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി ജെന്യുവനായിട്ട് പറയുക, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇന്ത്യയാണ്. ഇവിടെ ഇത് നടക്കത്തില്ല തീർച്ചയായും. പിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും 18-20 പിള്ളേർ മരിച്ചിട്ടും ഇത്രയും രോക്ഷാകുലമായ സമരം നടന്നിട്ടും ഒരൊറ്റ സോക്കാൾഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സോ സെലിബ്രിറ്റീസോ ക്രിക്കറ്റ് പ്ലെയേഴ്സോ എന്തു പറയാനായിട്ട് ഒരാൾ പോലും ഇതിനെതിരെ ശബ്ദിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ലെന്നാ ഞാൻ ആലോചിക്കുന്നത്. പോരാഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുക ആ വിഷയത്തെ. എടാ ചിന്തിക്കടാ, തലച്ചോറ് വെച്ച് ചിന്തിക്കുക. നീയൊക്കെ ഇത് എന്തിനാ വെളുപ്പിക്കുന്നേ? നീ ജാതിമത രാഷ്ട്രീയം വിട്ടിട്ട് നീ ഫ്യൂച്ചറിന് വേണ്ടി ചിന്തിക്കുക. നീയൊക്കെ എന്തിനാ ഇതിനെ വെളുപ്പിക്കുന്നേ? ഒന്നും പറയാനില്ല ബ്രോ ഇതിനെക്കുറിച്ചൊന്നും. കാരണം ഇന്ത്യയാണിത്. അതുകൊണ്ട് ഇതും നടക്കും, ഇതിനപ്പുറവും നടക്കും.